നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഓൾറെഡി ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്, ഔട്ട്ലൈന്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഇത് 2-3 പേര് എന്നോട് ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്നും ഒരാൾ ചോദിച്ചു, അതിൻ്റെ പേരിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പേര് ഈ ഔട്ട്ലൈൻ ഉൾപ്പെടെ നമ്മളിപ്പോൾ ഒരു വാഹനത്തിന്, ഇപ്പോൾ ഒരു വലിയൊരു വാഹനമാണെങ്കിൽ ട്രാവലർ, ബസ് പോലുള്ള സംഭവത്തിനാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് നേരെ പകുതിയാക്കിയിട്ടാണ് കൊടുക്കുക. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇതറിയില്ല ഇതെങ്ങനെയാണ് പകുതി ആക്കുക എന്നുള്ളത്. കാരണം ആ ഔട്ട്ലൈൻ ഉൾപ്പെടെ വരണം. പകുതി നമ്മൾ ഇതിൻ്റെ നേരെ ഹാഫ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ലൈൻ ഉൾപ്പെടെ അതിൻ്റെ കൂടെ വരണം. ആ ഒരു കണ്ടീഷനിൽ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ റെഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരെ പകുതിയാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു വിധമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇത് മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഇത് ഒരു ഏകദേശം ഒരു പകുതിക്ക് വെച്ച് ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഇതിന് 2-3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അതിനുശേഷം ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. വെൽഡ്, ട്രിമ്മ്, ഇൻ്റർസെക്റ്റ്. ഈ ഇൻ്റർസെക്റ്റ് ഞാനൊരു തവണ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ ആ ഒരു പകുതി നമുക്ക് ഇവിടെ കിട്ടി, ലോഡ്. ആ പകുതി കിട്ടി. ഇനി ഈ ഒരു പകുതിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു തവണ കൂടെ അത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ വെൽഡ്, ട്രിമ്മ്, ഇൻ്റർസെക്റ്റ്, അതിനുശേഷം സിംപ്ലിഫൈ. ആ 4ാമത്തെ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പകുതി അങ്ങ് പോയി. ഇപ്പോൾ ഇത് 2 പകുതി നമുക്ക് കിട്ടി. അത് ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു പകുതി, ഈ ഒരു പകുതി. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ്റാക്കി വാഹനത്തിൽ ഒട്ടിക്കുന്ന സമയത്ത് ജോയിൻ്റാക്കി വെച്ച് കൊടുത്താൽ മതി. ഇതൊരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് കാണിക്കാം. ഒന്നുകൂടെ ഞാൻ Ctrl+Z അടിച്ച് എല്ലാം എടുക്കുന്നുണ്ട്. അടുത്ത മെത്തേഡ് ഞാനിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നേരെ പകുതി അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്മാർട്ട് ഫില്ല് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. സ്മാർട്ട് ഫിൽ ടൂൾ. ഈ ടൂൾ ബോക്സിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സ്മാർട്ട് ഫിൽ ടൂൾ അതെടുക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് മുകളിൽ വരും. അതിൽ കളറ് കൊടുത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബോക്സിനകത്ത് വരുന്ന ഓരോ ഭാഗത്തും ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ മാറി വരുന്നതാണ്. അത് ആ ലൈനിന് കറക്റ്റായിട്ട് വന്നാൽ അതിൻ്റെ കളർ മാത്രം മാറി വരും. ഇപ്പോൾ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് സെലക്ട് ചെയ്തു ശേഷം ആ ഒരു ഭാഗം നമ്മളിപ്പോൾ കളർ സെലക്ട് ചെയ്ത ഭാഗം ഒന്നായി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം ഈ റെക്റ്റാങ്കിൾ ടൂള് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലോഡ് ഡിഷ് എന്നുള്ള ആ വേർഡും കൂടി ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഈ സിംപ്ലിഫൈ മുകളിൽ 4ാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ അത് കട്ടായി. ആ ഒരു ഭാഗം കട്ടായി, മറ്റേത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഈ 2 മെത്തേഡിലും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2-3 പേര് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ കാണിച്ചത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.